എൻ്റെ പല പോസ്റ്റുകൾക്കും താഴെ ഞാൻ പോസ്റ്റുകൾ അങ്ങനെ വല്ലാണ്ട് ഫോളോ അപ്പ് ചെയ്യാറില്ലെങ്കിലും ഒരുപാട് പേര് അതിൽ ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നത് കണ്ടു. മറ്റുള്ളവർ കമൻ്റ് ഇട്ട് എന്നതുകൊണ്ട് ആ കമൻറ്റ് എൻ്റെ യാഥാർത്ഥ്യമാവുന്നില്ല. അത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അതാർക്കും എന്തും പറയാം. ഇനി ഒരാൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് കമൻ്റ് ഇട്ടു എന്നതിൻ്റെ പേരിൽ അവരെ ഞാൻ ശത്രുവായി കാണുന്നില്ല. ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആളെ പേര് പോലും നോക്കാറില്ല കമൻ്റ് ഇടുന്നത്. കാരണം ആ പേരിൽ ആ ഒരു വ്യക്തിക്ക് പോലും ആ ഒരു കമൻറ്റുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ആ ഒരു നിമിഷത്തിൽ ആ പോസ്റ്റിനെ കുറിച്ച് കേട്ടപ്പം ആ ഒരു സിറ്റുവേഷണൽ ഫാക്ടറിൽ അവരങ്ങനെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമ്മുടെ സൗഹൃദത്തിനെ ബാധിക്കുകയൊന്നും ചെയ്യില്ല. എൻ്റെ പല സുഹൃത്തുക്കൾ പോലും ചില കമൻറ്റുകൾ എൻ്റെ പ്രത്യേക പരാമർശനത്തെക്കുറിച്ച് ഇത്തരം ഘട്ടത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ വ്യക്തിപരമായി എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പം ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമൻറ്റുകൾ വരുന്നത്. ഒന്നത്. രണ്ട്, ഈ കമൻറ്റുകൾ എൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമല്ല. എന്നൊരാൾ ഞാൻ പറ്റ മോശമാണ് എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ അഭിപ്രായമാണ്. ആ വ്യക്തിക്ക് അത് പറയാൻ പ്രേരിപ്പിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായതിൻ്റെ പ്രതികരണമാണ്. അല്ലാണ്ട് എൻ്റെ മൊത്തം ജീവിതത്തെ നോക്കിയിട്ടല്ല. അവരെ ഞാൻ ശത്രുവശത്ത് നിർത്താനും പാടില്ല, ശത്രുവായി കാണാനും പാടില്ല. ആ ഒരു സിറ്റുവേഷൻസാണ്. അത് എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണ്. ആ വ്യക്തിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നാണ്. പറഞ്ഞ മനസ്സിലായില്ല? എപ്പോഴും അത് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന പോസ്റ്റുകൾ അത് വ്യക്തിഹത്യകളോ വ്യക്തികൾക്കെതിരെയോ അല്ല. ഒരു വ്യക്തി ഇടുന്ന ഒരു പ്രസ്താവനയെക്കുറിച്ച് അവർക്ക് ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം, അതിനെ ചിലപ്പോൾ ഇത് പറഞ്ഞ വ്യക്തിയോടുള്ള പേഴ്സണൽ അബ്യൂസായിട്ടും പേഴ്സണലായിട്ടുള്ള ഇതായിട്ടും പറഞ്ഞു എന്ന് വരാമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കുക. അത്തരം ഒരു വ്യക്തികളോടും ഒരു മോശം എൻ്റെ മനസ്സിൽ നിന്നോ എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന എന്ത് പ്രതികരണവും അവിടെ ചെയ്യാം. ചിലപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ചിലപ്പം വൈകിയെന്ന് വരും. കാരണം ഞാൻ സോഷ്യൽ മീഡിയ വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ കോഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. കാരണം കോഴ്സുകൾ പല വിഷയത്തിലും ചെയ്യാനുണ്ട്. പല കോഴ്സുകൾ പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വെച്ചാലും വിഷമിക്കുകയും വേണ്ട. ഇനി ഒരു നെഗറ്റീവ് പ്രതികരണം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്കിടയിൽ വ്യക്തിബന്ധത്തിനോ ഒന്നും അത് ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതും പ്രത്യേകം അറിയിക്കുക. ആർക്കും എന്തും പോസ്റ്റ് ഇടാൻ. ഇനി പറയാനുള്ളത്, ഈ പോസ്റ്റുകൾക്കെതിരെ വരുന്ന കമൻറ്റുകളെ ഞാനെന്ന വ്യക്തിയുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം അതിന് ഞാനെന്ന വ്യക്തി എൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരു ബന്ധവും ഉണ്ടാവില്ല.